ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അതുപോലെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അവരുടെ തന്നെ മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആൻഡ് സിറ്റുവേഷൻസ് എന്താണ്? കറൻറ്റ് എനർജി ആൻഡ് സിറ്റുവേഷൻസ് എന്താണ്? ക്ലാരിഫിക്കേഷൻ ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. ടെംപ്രസ് ആണ്. ടെൻ ഓഫ് വൺസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി നോക്കുന്ന സമയത്ത് പാസ്റ്റിൽ ഇവർ സ്റ്റക്കാണ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇവർ ഇപ്പോഴും തിങ്ക് ചെയ്യാണ്. സോ അതിൽ തന്നെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതിൽ നിന്നും ഇപ്പോഴും അവർ ഒരു റിക്കവറി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും, ഒരുപാട് നാൾ കൊണ്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും ഈ പേഴ്സൺ ഇവിടെ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ സ്റ്റക്കഡ് ആണ്. പക്ഷേ ഇവർ നിങ്ങളിൽ നിന്നും സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് സിറ്റുവേഷൻസ് കൊണ്ടാകാം. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു സമയം തന്നെയാണ് അവർക്ക്. പക്ഷേ എങ്കിൽ പോലും അവർ ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് എലോൺ ആയിട്ട് നിൽക്കുകയാണ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊന്നും ഇവിടെ ഇല്ല. പകരം അവർ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, മേ ബി അവരുടെ ചുറ്റിനും ആളുകൾ ഉണ്ടായിരിക്കാം, പല സിറ്റുവേഷൻസും ഉണ്ടാകാം. പക്ഷെ ആരെയും അവർ എൻ്റർ ചെയ്യിക്കുന്നില്ല അവരുടെ ലൈഫിലേക്ക്. അവർ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ഓർക്കുന്നുണ്ട്, അവർ പാസ്റ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പേഴ്സൺ ഈ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. ഓക്കെ, മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നിങ്ങൾ ഇവരെ ഭയങ്കരമായിട്ടും കെയർ ചെയ്തിട്ടുണ്ടാകാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതാണ് ഇവിടെ മിസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം തേർഡ് പേഴ്സൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയൊരു വ്യക്തിയാണെങ്കിൽ അത് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് പോലും അവർക്ക് അത്രയും ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഇതവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് നിങ്ങളടുത്ത് നിന്നിട്ടായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക. സോ അവർക്ക് ആ ഒരു എനർജി വരുന്നത് നിങ്ങളടുത്തോട്ട് വരുന്നതിൻ്റെ റീസൺ അവർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുകയാണ്. അതുകൊണ്ട് അവർ ആ ഒരു പാസ്റ്റിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, 7 ഓഫ് സോഡ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ചീറ്റിംഗ് എനർജി നടത്തിയതായിട്ട് ഇവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും ഈ പേഴ്സൻ്റെ ഒരു തോട്ട്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ചീറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഭയങ്കര മോശമായിട്ടുള്ളൊരു വ്യക്തിയൊക്കെ തന്നെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് ഈ വ്യക്തിയുടെ തോട്ട്സിൽ വരുന്നുണ്ട്. പക്ഷെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല എന്ന് പറയാനൊന്നും നിൽക്കുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ആരോടും ഒന്നും പറയാതെ തൻ്റെ ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അതിനെ പോലും പുറത്തോട്ട് എടുക്കുകയോ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ
ഒന്നും ഇവർ ചെയ്യുന്നില്ല. അതായത് ഒരു സെൽഫ് ലവ് പാത്തിലൂടെ ഈ പേഴ്സൺ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സെൽഫ് ലവിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകണം എന്നുണ്ടെങ്കിൽ, സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഒരു ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നു എന്നല്ല പറയുന്നത്. അവനവനെ സ്നേഹിക്കുന്നതിനെയാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ എന്ന് പറയുന്നത്. അവനവനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി തോന്നുന്നത്. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, കമൻറ്റ് ബോക്സിൽ ചിലപ്പം എൻ്റെ വ്യക്തി ഒരിക്കലും ദൈവവിശ്വാസി ആവില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം മാത്രമല്ല, നമ്മളെ വിശ്വസിക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റി ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് ഈ വ്യക്തി മാറിയതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള പല അവസ്ഥകൾ കൊണ്ടായിരിക്കാം ഈ വ്യക്തി അങ്ങനെ ഒരു എനർജിയിലേക്ക് വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഈ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതാണ് പാസ്റ്റിലെ കാര്യത്തിൽ അവർ ഭയങ്കര സ്റ്റക്കഡ് ആണ്. അവർ പല കാര്യങ്ങളും റിയലൈസ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും അവർ കൺട്രോൾ ചെയ്യാണ്, അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാണ്, അവരുടെ ലൈഫിനെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അവിടെ നിങ്ങൾക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കോ അവിടെ ഒരു എൻറ്റർ ഇല്ല. ഓക്കെ, മേ ബി തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, അടുത്തുണ്ടായിരിക്കാം, ചുറ്റിനുണ്ടായിരിക്കാം, എങ്കിലും അവരുടെ ഉള്ളിലേക്ക് എൻറ്റർ അല്ല. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇവിടെ ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ, ഞാൻ പറഞ്ഞു, പാസ്റ്റിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഞാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് ഇവിടെ ഇവർ ഭയങ്കരമായിട്ടും തിങ്ക് ചെയ്യുകയാണ്. അതായത് പാസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ആ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്ത സംതിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കൂടെ സന്തോഷത്തോടുള്ള മൊമെൻറ്റ്സ് ഒക്കെ അവരിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് മിസ് ചെയ്യുന്നു. ആ മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് ഈ പേഴ്സൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആ ഒരു മൊമെൻറ്റ്, ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്കും ആ ഒരു കണക്ഷൻ കിട്ടുന്നു. അതായത് ഇപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നൊരു സമയത്ത് ഈ പേഴ്സണെ കുറിച്ച് പെട്ടെന്നൊരു ഓർമ്മയൊന്നും ഇല്ലാത്തൊരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഈ പേഴ്സണെ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് നോക്കാനൊക്കെ നിങ്ങൾക്കൊരു തോന്നൽ വരികയാണ്. അത് നിങ്ങൾ തമ്മിലൊരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ ചില സമയത്ത് മെസ്സേജൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ പേഴ്സൻ്റെ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കോള് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. മേ ബി അതൊരു മിസ് കോൾ ആയിരിക്കും, ജസ്റ്റ് ഒരു മിസ് കോൾ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ഉള്ളത് ബ്ലോക്ക് അഴിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം DP ചേഞ്ച് ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്ന രീതിയിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിസ് ചെയ്യുമ്പം ആ പേഴ്സൺ അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ പേഴ്സൺ ആലോചിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ റീസണായിട്ട് ഇവിടെ സോൾ കണക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളിപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അവരുടെ കാര്യങ്ങളിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവർ പരമാവധി ഇതിനെല്ലാം മൂവ് ഓൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മജീഷ്യൻ കാർഡ് ഉണ്ട്. ഈ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ സംസാരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാനുള്ള ഒരു ലുക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കൊണ്ടായിരിക്കാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുക, അതായത് അറിയാതെ തന്നെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പം ഈ റിലേഷൻഷിപ്പിൽ നിന്ന്, ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ചീറ്റ് ചെയ്തിട്ട് പോയതായിരിക്കാം മനഃപൂർവ്വം. എന്നിട്ട് പോലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തിയെ വേണമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ അറിയാതെ തന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സൈലൻ്റ് ആണ്, മാറി നിൽക്കുകയാണ്, എലോൺ ആയിട്ടിരിക്കുകയാണ്, ആരെയും കടത്തി വിടുന്നില്ല, ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പക്ഷെ എങ്കിലും ഇവർ പാസ്റ്റിലെ കാര്യങ്ങളിൽ അവർ സ്റ്റക്കഡ് ആണ്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു വ്യക്തി പിന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് റിപ്ലൈ ചെയ്യാതെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റ് അവസ്ഥകൾ ഉള്ളതുകൊണ്ട്, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ വെറുതെ നിങ്ങളെ പിന്നെയും വലിച്ചിട്ടിട്ട് അത് പിന്നെയും ഒരു പ്രശ്നത്തിലേക്കോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സങ്കടപ്പെട്ടതെല്ലാം അവർക്ക് നല്ല രീതിക്ക് അറിയാം, അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. സോ പിന്നെയും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ള വിചാരത്തിൽ മനഃപൂർവ്വം ഫീലിങ്സിനെയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുകയാണ്. ഓക്കെ, അവനവൻ്റെ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. അവരെവിടെയും തുറന്നു കാണിക്കാനോ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉറച്ച പാറ നിൽക്കുന്നത് പോലെ അവർ നിൽക്കുകയാണ്. ഓക്കെ, അവനവൻ്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്,
തേർഡ് പാർട്ടിക്ക് എൻട്രി ഇല്ല, നിങ്ങൾക്കും എൻട്രി ഇല്ല ആ മൈൻഡിൽ. ഓക്കെ, അത് നിങ്ങളിലേക്ക് വരാത്തതിൻ്റെ റീസണും അതുകൊണ്ടാണ്. അവർ ഓർമ്മകളെ ഇങ്ങനെ എടുക്കാന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളിലേക്ക് വരാനുള്ളൊരു കാൽച്ചുവടോട് വെക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഗൈഡൻസ് നോക്കാം. എന്തെങ്കിലും നിങ്ങൾ ചെയ്യണോ എന്നൊക്കെയുള്ള എന്തെങ്കിലും ഒരു ഗൈഡൻസ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ്. അവെയർനെസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ. നിങ്ങൾക്ക് ബോധം വരേണ്ട ഡിസെപ്ഷൻ ആൻഡ് എൻവി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ബോധം വരേണ്ട സമയം ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടാകും. ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഒരുപാട് ലിസൺ എടുത്തിട്ടുണ്ടാകും. ഈ ലിസൺ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് അത് ആ ഒരു പാഠം കിട്ടിയിട്ട് നിങ്ങൾ അടുത്തൊരു ചതിക്കുഴിയിൽ പോയിട്ട് വീഴാനല്ല. ഓക്കെ, അതായത് ഇനിയും ആളുകൾ വന്നേക്കാം, ഇതുപോലുള്ള വ്യക്തികൾ വന്നേക്കാം, ഇങ്ങനെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന ആളുകൾ വന്നേക്കാം, സിറ്റുവേഷൻസ് ഫേസ് ചെയ്തേക്കാം. നിങ്ങളിപ്പം കിട്ടിയിട്ടുള്ള ആ ഒരു പാഠം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കുക. നിങ്ങളെ ഇനിയും ഇതുപോലെ കരയിപ്പിക്കാനോ അല്ലെങ്കിൽ തോറ്റു കൊടുക്കാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനൊന്നും അനുവദിക്കാതിരിക്കുക മറ്റുള്ള വ്യക്തികളെ ലൈഫിൽ സ്വീകരിച്ചിട്ട് എന്നുള്ള ഗൈഡൻസ് ആണ്. മേ ബി നിങ്ങൾക്ക് ഓഫറുകൾ വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഓഫ് കോഴ്സ് അങ്ങോട്ട് പോയി കളയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയും കണ്ടും മാത്രം ഇപ്പം കിട്ടിയിട്ടുള്ള ലിസൺസ് ഇനിയും ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് വെറുതെ ഒരു പാഠമായിട്ട് തന്നതല്ല, ഇനിയും കണ്ണീര് കളയാതിരിക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.